കോഴിക്കോട് ചാലിയം ജെട്ടിയിൽ ബോട്ട് കരയ്ക്കടുപ്പിക്കുന്നതിനിടയിൽ മെറ്റൽ റോപ്പിൽ കുടുങ്ങി അതിഥി തൊഴിലാളിയുടെ കൈയറ്റു. ചാലിയത്ത് ബോട്ട് കരയ്ക്കടുപ്പിക്കാൻ വേണ്ടി മോട്ടോർ വിഞ്ച് പ്രവർത്തിപ്പിക്കുന്നതിനിടെയാണ് കരയുമായി ബന്ധിപ്പിച്ച മെറ്റൽ റോപ്പിൽ കൈ കുടുങ്ങി അതിഥി തൊഴിലാളിയായ ബോട്ട് ജീവനക്കാരന്റെ കൈയറ്റുപോയത്. തൊഴിലാളിയുടെ വലത് കൈയുടെ എല്ല് പൊട്ടുകയും ഇടത് കൈ തോളിന് താഴെയായി അറ്റുപോവുകയുമാണ് ചെയ്തത്. കൂടാതെ വലത് വാരിയെല്ലിന്റെ ഭാഗം റോപ്പിനിടയിൽ കുടുങ്ങിയതിനാൽ ശക്തമായ ശ്വാസ തടസ്സവും അനുഭവപ്പെടുന്നുണ്ടെന്ന് ബോട്ട് ജോലിക്കാർ പറഞ്ഞു. പരിക്കേറ്റയാളെ ഉടനെ ഫറൂഖ് ക്രസന്റ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ശക്തമായ കാറ്റിൽ ആടിയുലഞ്ഞ ബോട്ടിനെ കരയിൽ ലോക്ക് ചെയ്ത് നിർത്താനുള്ള ശ്രമത്തിനിടെയാണ് അപകടം. കൂടാതെ കഴിഞ്ഞ ദിവസം യന്ത്ര തകരാറ് കാരണം തിരുവനന്തപുരം അഞ്ചുതെങ്ങ് ഭാഗത്തെ കടലിൽ കുടുങ്ങിയ ബോട്ടുകളെയും തൊഴിലാളികളെയും മറൈൻ എൻഫോഴ്സ്മെന്റ് രക്ഷിച്ചിരുന്നു. വിഴിഞ്ഞം സ്വദേശിയുടെ ഓംകാരം എന്ന ബോട്ട് കാണാതായതുമായി ബന്ധപ്പെട്ട് തെരച്ചിൽ നടത്തുമ്പോഴാണ് കടലിൽ പെട്ടുപോയ മറ്റൊരു ബോട്ടും കണ്ടെത്തിയത്. തുടർന്ന് 2 ബോട്ടുകളും കരയിലെത്തിച്ചു. മറൈൻ ആംബുലൻസ് കടലിൽ തെരച്ചിൽ നടത്തുന്നതിനിടയിൽ യന്ത്ര തകരാറ് കാരണം ഉൾക്കടലിൽ അകപ്പെട്ട വിഴിഞ്ഞം കോട്ടപ്പുറം സ്വദേശിയായ മാർട്ടിന്റെ സെന്റ് ആന്റണി എന്ന ബോട്ടാണ് കണ്ടെത്തിയത്. ബോട്ടിലുണ്ടായിരുന്ന മാർട്ടിൻ, സ്റ്റീഫൻ, അൽഫോൺസ് എന്നിവരെയും മറൈൻ ആംബുലൻസിൽ കെട്ടിവലിച്ച് സുരക്ഷിതമായി കരയിൽ എത്തിച്ചത്. തെരച്ചിൽ തുടരുന്നതിനിടെ പനത്തുറയ്ക്ക് നേരെ പടിഞ്ഞാറ് 8 നോട്ടിക്കൽ മൈൽ ഉള്ളിൽ വെച്ച് ഓംകാരം ബോട്ട് കണ്ടെത്തി. പിന്നീട് ആ ബോട്ടിനെയും കെട്ടിവലിച്ച് വിഴിഞ്ഞം വാർഫിൽ എത്തിച്ചു. ബോട്ടിലുണ്ടായിരുന്ന തൊഴിലാളിയായ കുഞ്ഞുമോനെയും സുരക്ഷിതമായി കരയിലെത്തിച്ചു. വിഴിഞ്ഞം ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ രാജേഷിന്റെ നേതൃത്വത്തിലായിരുന്നു കടലിലെ രക്ഷാപ്രവർത്തനം നടത്തിയത്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.